ഇന്ന് ഞങ്ങൾ പോണത് എൻ്റെ വീട്ടിലേക്കാട്ടോ, വാണിയമ്പലയ്ക്ക് പോവാട്ടോ. അവിടെ പ്ലാക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവമാട്ടോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ മണ്ണൂത്തി എത്തിയപ്പോൾ ഇതൊരു വണ്ടിയിൽ ഒരു ചേട്ടൻ തണ്ണിമത്തം വെക്കുന്നുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ നിന്ന് സാധ തണ്ണിമത്തനാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു മഞ്ഞ കളർ തണ്ണിമത്തം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുന്തിരിങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞ കളർ തണ്ണിമത്തം കണ്ടപ്പോൾ ഞങ്ങൾക്കത് വാങ്ങിക്കണം, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് വാങ്ങിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനിൽ വാങ്ങിക്കണോ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് അവസാനം ആ ചേട്ടൻ്റെ അടുത്തൊരു പകുതി ഒരു മുറിച്ച് പീസ് ഉണ്ടായിരുന്നു കേട്ടോ. 10 രൂപ ചോദിച്ചപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു കഷ്ണം മുറിച്ച ചേട്ടൻ നമ്മുടെ പൊന്നമ്പളിക്ക് കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ബേക്കറിയിൽ കയറി സ്നാക്സൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ പൊന്നമ്പളി ഇതേ ഇഷ്ടപ്പെട്ട ഒരു കേക്കാട്ട് ഇത് ഐസ്ക്രീമിൻ്റെ പോലത്തെ അതൊക്കെ വാങ്ങിച്ചിട്ട് അമ്മയെ ഫോട്ടോ എടുക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ അച്ഛമ്മയും വന്ന് പൊന്നമ്പളീനൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വേഗം നാരങ്ങ വെള്ളം കലക്കായിരുന്നു കേട്ടോ, നന്നാരിയൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ ദേട്ടന് തണുത്ത വെള്ളമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചുടുവെള്ളത്തിലായിരുന്നു കേട്ടോ എനിക്ക് നാരങ്ങ വെള്ളം കലക്കി തന്നിട്ടുണ്ടായിരുന്നു, നന്നാരിയൊക്കെ ഒഴിച്ചിട്ട്. കാരണം എനിക്ക് തണുത്ത വെള്ളം പറ്റിയേയില്ല, തണുത്ത ഒരു സാധനം പറ്റില്ല കേട്ടോ. കഴിച്ച് കഴിഞ്ഞാൽ അപ്പം പണി കിട്ടുക. അങ്ങനെ ഇതേ കൊടുന്ന മറ്റേ തണ്ണിമത്തനൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്ത് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ സാധാരണ തണ്ണിമത്തൻ പോലെയല്ല, പക്ഷേ അതിനൊരു വേറൊരു ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ ബീഫ് കറിയൊക്കെ അടുപ്പിലായിരുന്നു. അങ്ങനെ ബീഫ് കറിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പരിപ്പും തക്കാളിയും കായും പയറും ഉപ്പേരിയും ബീഫൊക്കെ കൂട്ടിയിട്ട് ഒരു ഫുഡ് അടിച്ചു കേട്ടോ. പനിത്തിയുടെ മോനാണെങ്കിൽ അടുക്കളയിലെ പാത്രങ്ങൾ വെച്ചിട്ട് കേട്ടോ കളിക്കില്ല, അവന് കളിപ്പാട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതാകുമ്പോൾ നല്ല പഴുത്ത മാങ്ങ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണന് കൊടുത്തപ്പോൾ കണ്ണൻ അവൻ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്ന് വേഗം വന്ന് വാങ്ങിച്ചിട്ട് അത് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ.